പകുതി വിലയ്ക്ക് ലാപ്ടോപ്പ് നൽകാമെന്ന വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതായി പെരിന്തൽമണ്ണ എംഎൽഎ നജീബ് കാന്തപുരത്തിനെതിരെ പരാതി. പുലാമന്തോൾ ലെട്ടിയൻപുരം സ്വദേശിനി അനുപമയാണ് പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകിയത്. നജീബ് കാന്തപുരത്തിനെതിരെ ഇടതുപക്ഷം അവിടെ പെരിന്തൽമണ്ണയിൽ ഇപ്പോൾ പ്രതിഷേധം ശക്തമാക്കുകയാണ്. 1,000 രൂപയാണ് കഴിഞ്ഞ സെപ്റ്റംബർ 25-ന് അനുപമ ലാപ്ടോപ്പിന് വേണ്ടി പെരിന്തൽമണ്ണ എംഎൽഎ നജീബ് കാന്തപുരത്തിന്റെ ഓഫീസിലെത്തി അടച്ചത്. ഇഗ്നോയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന അനുപമയ്ക്ക് 40,000 രൂപയുടെ ലാപ്ടോപ്പ് ആയിരുന്നു ആവശ്യം. ലാപ്ടോപ്പിന്റെ പോസ്റ്റൽ ഡെലിവറി ചാർജ് അടക്കമാണ് 21,000 രൂപ അടച്ചത്. പറഞ്ഞ സമയങ്ങളൊക്കെ പലതും കഴിഞ്ഞു. അതിനിടെയാണ് CSR ഫണ്ട് തട്ടിപ്പിന്റെ ഉള്ളുകളികൾ പുറത്താകുന്നതും അനന്തകൃഷ്ണൻ അറസ്റ്റിലാകുന്നതും. ലാപ്ടോപ്പിന്റെ പേരിൽ പറ്റിക്കപ്പെടുകയായിരുന്നുവെന്ന് ഉറപ്പായതോടെയാണ് അനുപമ പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകിയത്. പകുതി വിലയ്ക്ക് ലാപ്ടോപ്പ് അടക്കമുള്ള പഠനോപകരണങ്ങൾ നൽകുമെന്ന എംഎൽഎയുടെ ഓഫീസിൽ നിന്നുള്ള സന്ദേശം വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയാണ് മാസങ്ങൾക്ക് മുൻപ് അറിഞ്ഞതെന്നും അതുപ്രകാരമാണ് പണം നൽകിയതെന്നും അനുപമയുടെ അച്ഛൻ ഉണ്ണി പറഞ്ഞു. നമ്മളവിടെ പ്രാദേശികമായിട്ട് നിറവ് പറഞ്ഞിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ 4 മാസം മുമ്പേ അതിലൊരു അറിയിപ്പ് വന്നതാണ്. MLAന്റെ ഒരു പദ്ധതി ഉണ്ട്. 50% ഡിസ്കൗണ്ടോട് കൂടിയിട്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസ ഉപകരണങ്ങളും അതേപോലെ സ്കൂട്ടർ, തയ്യൽ മെഷീൻ അങ്ങനെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതുമായിട്ട് അതിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ടു. അപ്പോൾ MLA ഓഫീസിൽ വന്നിട്ട് അപേക്ഷ കൊടുക്കാനാണ് പറഞ്ഞത്. അപേക്ഷ കൊടുത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പൈസ അടയ്ക്കണം. അതിൻ്റെ 50% പൈസ എന്നുള്ള രൂപത്തിൽ 40,000 രൂപയാണ് പറഞ്ഞത്. അതിൽ 20,000 രൂപയും 1,000 രൂപ പ്രോസസ്സിംഗ് ചാർജായിട്ട് 21,000 രൂപ അടയ്ക്കാൻ പറഞ്ഞു. MLA നജീബ് കാന്തപുരത്തിന്റെ ഓഫീസിലെത്തിയാണ് പണം നൽകിയതെന്നും MLAയുടെ ഓഫീസിലുള്ളവരാണ് ഈ രസീത് തന്നതെന്നും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ MLAക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും ഉണ്ണി. MLAയുടെ ഓഫീസിൽ MLA അറിയാതെ ഇങ്ങനെ ഒരു സംഭവം നടക്കില്ലല്ലോ. അപ്പോൾ അത് MLA ഫേസ്ബുക്കിലും കൂടി ഇട്ടിട്ടുണ്ട് ഈ സംഭവം. ഇങ്ങനെ ഒരു 50% ഡിസ്കൗണ്ട് കൂടി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ MLAനെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ പണം കൊടുത്തത്. അല്ലാതെ നമ്മൾ ഓരോ ഓഫീസിൽ ഒരു ബന്ധമല്ല കൊടുക്കില്ല. അപ്പോൾ MLA ഒരു ജനപ്രതിനിധിയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പൈസ കൊടുത്തിട്ടുള്ളത്. 300ഓളം പേർക്കാണ് പെരിന്തൽമണ്ണയിൽ ലാപ്ടോപ്പ് മാത്രം ലഭിക്കാനുള്ളത്. പാതി പണം നൽകി സ്കൂട്ടറും തയ്യൽ മെഷീനും ഓർഡർ ചെയ്തവരൊക്കെ വേറെയുമുണ്ട്. കൂടുതൽ പേർ വരും ദിവസങ്ങളിൽ പരാതിയുമായി എത്താനാണ് സാധ്യത. തട്ടിപ്പിൽ MLAക്കും പങ്കുണ്ടെന്നും കള്ളത്തരം പിടികൂടുമെന്നായപ്പോഴാണ് MLA പോലീസിൽ താനും പറ്റിക്കപ്പെടുകയായിരുന്നുവെന്ന് പരാതി നൽകിയതെന്നും പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി E. രാജേഷ് ആരോപിച്ചു. തനിക്കെതിരെയുള്ള പരാതിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാനും പറ്റിക്കപ്പെട്ടു. പണ്ട് പറയലോ, കള്ളനെ പിടിക്കാൻ വേണ്ടി ഓടിയപ്പോൾ കള്ളൻ നിലവിളിച്ചുകൊണ്ട് കള്ളൻ തന്നെ ഓടി എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഇതിനെ കാണാൻ പറ്റുള്ളൂ. കള്ളൻ എന്ന് നിലവിളിച്ചിട്ട് കള്ളൻ തന്നെ ഓടിയാൽ പിന്നെ അവരെ സംശയിക്കപ്പെടില്ലല്ലോ. അങ്ങനെ ഇതിനെ കാണാൻ കഴിയുള്ളൂ. എല്ലാവരുടെയും പണം MLA തിരിച്ചു കൊടുക്കണമെന്നും നജീബ് കാന്തപുരത്തിന് ധാർമ്മികമായി MLA സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും CPM അഭിപ്രായപ്പെടുന്നുണ്ട്. വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധങ്ങളാകും ഇടതുപക്ഷം MLAക്കെതിരെ മണ്ഡലത്തിൽ നടത്തുക. പെരിന്തൽമണ്ണയിൽ നിന്നും CV അനുമോദ്, ന്യൂസ് 18. അതായത് ലാപ്ടോപ്പ് വിതരണം സംബന്ധിച്ച് പരാതികൾ നജീബ് കാന്തപുരത്തിനെതിരെ ഒരു രാഷ്ട്രീയ ആയുധമാക്കുകയാണ് CPM. നജീബ് കാന്തപുരത്തിന്റെ അറിവോടെയാണ് തട്ടിപ്പ് നടന്നതെന്നാണ് CPM ആരോപിക്കുന്നത്. കൂടുതൽ ആളുകൾ പരാതിയുമായി രംഗത്തെത്തുന്ന സാഹചര്യത്തിൽ DYFI ഇന്ന് MLA ഓഫീസിലേക്ക് മാർച്ച് അടക്കം നടത്തുന്നുണ്ട്. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, നജീബ് കാന്തപുരം എന്ന് പറയുന്ന MLAയുടെ ഒരു പ്രത്യേകത, ഒരുപാട് പദ്ധതികൾ സ്വന്തം മണ്ഡലത്തിൽ നടപ്പാക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടെന്നറിഞ്ഞാൽ അദ്ദേഹം അത് സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ അത് എത്രമാത്രം വലിയൊരു തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നതാണ് ഏറ്റവും പ്രധാനമായ ചോദ്യം. ഇന്നലെ ഡോക്ടർ സരീൻ ഈ ആരോപണവുമായി മുന്നോട്ട് വന്നപ്പോൾ തന്നെ നമ്മളത് പ്രതീക്ഷിച്ചതാണ്. ഇവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. എത്രമാത്രം വ്യാപകമായി ഇപ്പോൾ ലാപ്ടോപ്പിന്റെ കാര്യത്തിൽ ഒരാളുടെ പരാതിയാണ് വന്നിട്ടുള്ളത്. ഈ സ്കൂട്ടറിന്റെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഈ മുദ്ര ചാരിറ്റബിൾ സൊസൈറ്റി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ CPM ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ ഇപ്പോൾ? ശ്രീജ, ഗുഡ് മോർണിംഗ്. നജീബ് കാന്തപുരം MLA മണ്ഡലത്തിൽ നടത്തിയ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി നടത്തിയിരുന്ന ചില സാമൂഹിക സേവന വിഭാഗത്തിൽപ്പെടുന്ന പ്രവർത്തനങ്ങളാണ്. അദ്ദേഹം ഈ മുദ്ര വഴി ഫണ്ട് സമാഹരിച്ച് അംഗനവാടി ജീവനക്കാർക്കും അതുപോലെ തന്നെ ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന നഗരസഭയിലെ പല മേഖലയിലുള്ള താഴെത്തട്ടുള്ളവർക്കൊക്കെ ഓണക്കൂടി കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഇൻഷുറൻസിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കുക, അവരെ വിനോദയാത്രയ്ക്ക് കൊണ്ടു, അങ്ങനെ മറ്റ് സാധാരണഗതിയിൽ MLAമാർ കാണിക്കാത്ത പല മേഖലകളിൽ അദ്ദേഹം താല്പര്യമെടുത്ത് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്.
അങ്ങനെ രാഷ്ട്രീയത്തിന് അതീതമായി നജീബ് കാന്തപുരം പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ പലയിടങ്ങളിലും വേരുറപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഈ ഒരു CSR ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുദ്ര ചാരിറ്റബിൾ സൊസൈറ്റിക്കെതിരെ, ആ ട്രസ്റ്റിനെതിരെ ഇപ്പോൾ CPM രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അഡ്രസ്സും MLA ഓഫീസും അഡ്രസ്സും ഒന്ന് തന്നെയാണ്. അപ്പോൾ മുദ്ര ഈ വഴിയാണ് ഇവർ ലാപ്ടോപ്പിന് പണം കൊടുത്തതിന്റെ രസീത് നൽകിയിട്ടുള്ളത്. അതെല്ലാം മുദ്രയുടെ പേരിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പരാതി ഉന്നയിക്കുന്നവർക്ക് മുദ്രയ്ക്കെതിരെ പരാതി കൊടുക്കാനുള്ള സ്വാഭാവികമായിട്ടുള്ള സാഹചര്യമുണ്ട്. ഇവിടെ ഈ ലാപ്ടോപ്പിന് പുറമെ സ്കൂട്ടറും തയ്യൽ മെഷീനും ഒക്കെ ലഭിക്കാനുള്ളവർ ഇനിയുമുണ്ട്. ഏകദേശം 100-ലധികം പേര് സ്കൂട്ടറിന്റെ വില നൽകിയിട്ടുണ്ട്. 316 പേര് ലാപ്ടോപ്പിന്റെ വില നൽകിയിട്ടുണ്ട്. 24 പേർ തയ്യൽ മെഷീനും 24 പേർ ഗൃഹോപകരണങ്ങൾ അടച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് കണക്കുകളുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇനി ലഭിക്കാനുള്ളതാണ്. ഇതിന്റെയൊക്കെ ഒരു ഫണ്ട് വരുമ്പോൾ കണക്കാക്കുമ്പോൾ കോടികൾ വരും. അത് MLAക്കും കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് MLA ഇത്തരത്തിലൊരു കബളിപ്പിക്കപ്പെടൽ നടന്നിട്ടുള്ള താൻ അതിന്റെ ഇരയായി എന്ന പേരിൽ DGPക്ക് പരാതി നൽകിയത്. പക്ഷേ അവിടെ CPM കാണുന്നതിന് രാഷ്ട്രീയമായിട്ടുള്ളൊരു വലിയ ഒരു ആയുധമാക്കുന്നതിന്. കാരണം തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രമാണ് ബാക്കിയുള്ളത്. മാത്രമല്ല പെരിന്തൽമണ്ണ മണ്ഡലം എന്ന് വെച്ചാൽ 38 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രം UDF നേടിയ മണ്ഡലമാണ്. അപ്പോൾ രാഷ്ട്രീയമായിട്ട് തന്നെ ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് വരേക്കും ഇത് വലിയ പ്രചരണായുധമാക്കാനുള്ള ആദ്യ ഘട്ട പ്രവർത്തനങ്ങളാണ് CPM ഇപ്പോൾ ഉള്ളത്. ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ പേർ ഇന്നലെ അനുപമ നൽകിയതുപോലെ പരാതിയുമായി രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. ഒട്ടേറെ പേർക്ക് ഈ ലാപ്ടോപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ കൂടുതൽ പേർ നൽകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു മുദ്രയെ സംബന്ധിച്ച് നേരത്തെ MLA നജീബ് കാന്തപുരം ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ച് വളരെ വ്യക്തമായിട്ട് വിശദമായിട്ട് പറഞ്ഞതാണ്. ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന തരത്തിൽ അപേക്ഷിച്ചവർക്കൊക്കെ അവർ അപേക്ഷിച്ച സ്ഥാനങ്ങൾ നൽകിയതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് രണ്ടാമതും അപേക്ഷ സ്വീകരിച്ചത്. പക്ഷെ അവിടെയാണ് കബളിപ്പിക്കപ്പെട്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തുതന്നെയാണെങ്കിലും ഇവിടെ മുദ്ര ഒരു വലിയ വിവാദമാക്കി ഉയർത്തി ഇടതുപക്ഷം അതിനെ രാഷ്ട്രീയമായിട്ട് പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. MLAക്ക് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. കാരണം MLA നടത്തിയ പ്രവർത്തനങ്ങൾ അത് പലതും ശ്ലാഘനീയമായ IAS അക്കാദമി മുതൽ പലതും അദ്ദേഹത്തിൻ്റെതായ ഇനീഷ്യേറ്റീവിൽ വന്ന സാധാരണഗതിയിൽ ഒരു MLA മണ്ഡലത്തിൽ കൊണ്ടുവരാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അതിനെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ അത് ഇടതുപക്ഷത്തിന് പ്രതിരോധിക്കാൻ ഇതുവരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇനി ഈ തട്ടിപ്പ് ഒരു ആയുധമാക്കി, ഈ കബളിപ്പിക്കൽ ഒരു ആയുധമാക്കി അവരതിനെ രാഷ്ട്രീയമായിട്ട് നേരിടുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിലും വലിയ പ്രതിഷേധങ്ങൾ ഈ വിഷയങ്ങളിൽ ഉയരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ DYFI MLA ഓഫീസിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനെന്താണെങ്കിലും നമ്മൾ കാണേണ്ടത് ഒരു വർഷത്തോളം മാത്രം ബാക്കിയുള്ളപ്പോൾ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു തന്നെ ഈ ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ ഈ ഒരു കബളിപ്പിക്കൽ ഇരകളെ രാഷ്ട്രീയമായിട്ട് MLAക്കെതിരെയുള്ള പ്രതിഷേധത്തിൽ അണിനിരത്തുമെന്നുള്ളതാണ്. MLA ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ അതിൻ്റെ ആത്മവിശ്വാസത്തിൽ അദ്ദേഹത്തിന് ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാനാകുമോ എന്നുള്ളതാണ് നമ്മൾ ഇനി കണ്ടറിയേണ്ടത്. ശരി, ഒരു രാഷ്ട്രീയ ആയുധം വീണ് കിട്ടിയിരിക്കുന്നു CPMന്. അത് എത്ര കണ്ട് അവർക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് ഇനി പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ നമ്മൾ കാണേണ്ടത്. മറ്റു